പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളിലേറെ പേരും നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണാണ്. ആ സ്മാർട്ട് ഫോൺ തന്നെ നമ്മുടെ A to Z കാര്യങ്ങൾ, നമ്മുടെ ഒരു ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് മുതൽ നമ്മുടെ ജോലിയാകട്ടെ മറ്റെല്ലാ കാര്യങ്ങളും ആ സ്മാർട്ട് ഫോൺ വഴിയാണ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ ഇൻ്റർനെറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവൻ്റെ ഭാഗമായി, വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഓർഗൻ പോലെയായി സ്മാർട്ട് ഫോൺ അടക്കമുള്ള പുതിയ ടെക്നോളജിക്കൽ ഡിവൈസസ് മാറിയിട്ടുണ്ടല്ലേ. അവിടെ ഇൻ്റർനെറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ ഒരു ഇൻ്റർനെറ്റ് റെവല്യൂഷന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതൊരുപാട് സ്റ്റേജസ് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു 4G കഴിഞ്ഞ് 5G, ഇനി അടുത്ത 6Gയിലേക്കൊക്കെ നമ്മൾ പോകുന്ന ഒരു കാലം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ട്രാൻസ്ഫർമേഷൻ, ആ ഒരു റെവല്യൂഷൻ, അത് വലിയ കഥയുണ്ട്. കഴിഞ്ഞൊരു 33 വർഷമായിട്ട് ആ വലിയ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു വലിയ ഹിസ്റ്ററി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിനുണ്ട്. അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. വളരെ കാഷ്വലായിട്ട് ഒരു വണ്ടർഫുൾ ജേർണി നമ്മളൊരു 20-25 മിനിറ്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അജി ജോർജ് സാറാണ്. അദ്ദേഹം നമ്മുടെ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഒരു 33 വർഷത്തെ ഒരു ജേർണി എനിക്ക് കൃത്യമായിട്ടത് പറയാൻ പറ്റും. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു 4-5-6 ഇയേഴ്സൊക്കെ ഉള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ചാനൽ വരുന്നത്, സീരിയൽ കാണുന്നത്. അപ്പോൾ അതൊരു പുതിയ ലോകമാണ്. നമ്മുടെ ഒരു ഗ്രോയിങ് ഫേസിൽ നമ്മൾ കണ്ടു തുടങ്ങി. എനിക്ക് തോന്നുന്നു എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാളും മനോഹരമായിട്ടൊരു റെവല്യൂഷൻ, ആ ഒരു റിഫോർമേഷൻ, ആ ഒരു ജേർണിയെക്കുറിച്ച് അതിൻ്റെ ഭാഗമായി നിന്ന ആളുന്നതിൻ്റെ ടെക്നിക്കാലിറ്റീസ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും സാറ് ഷെയർ ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ 33 വർഷം മുൻപ് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു ചാനലായിട്ടാണ് തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ മലയാളം ചാനലായിട്ട് തുടങ്ങി. പിന്നീട് നമ്മൾ ചാനൽ എയർ ചെയ്ത് തുടങ്ങിയപ്പം നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഇതെങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. കാരണം അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ മോഡൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഉണ്ടാകുമ്പോഴാണ് അതിനൊരു കൊമേഴ്ഷ്യൽ മോഡലുള്ളത്. അങ്ങനെയാണ് 83-ൽ നമ്മളുടെ അന്നത്തെ മാനേജ്മെൻറ്റ് കേരള ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുകയും നമ്മൾ ഈ ലാസ്റ്റ് മൈലിലോട്ട് വയേർഡ് ആയിട്ടുള്ള കേബിളുകൾ അല്ലെങ്കിൽ ഫൈബറുകൾ എത്തിക്കാനായിട്ടുള്ള ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് അന്നത്തെ ഗവൺമെൻറ് നമുക്ക് ഇലക്ട്രിസിറ്റി പോളുകൾ ഒരു വാടകയ്ക്ക് നൽകി നമുക്കൊരു നിശ്ചിത തുക നിശ്ചയിച്ച് അതിനൊരു ഗവൺമെൻറ് ഓർഡർ ഇറക്കി. അങ്ങനെയാണ് നമ്മളുടെ ജേണി തുടങ്ങുന്നത്. വീണ ഇപ്പോൾ പറഞ്ഞതുപോലെ മലയാളികളുടെ വീടുകളിലേക്ക് വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാം വിസ്മയ കാഴ്ചകൾ കഴിഞ്ഞ് 33 വർഷമായിട്ട് എത്തിച്ചുകൊണ്ട് വന്ന മലയാളികളുടെ മനസ്സിനോട് ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഏഷ്യാനെറ്റ്. കാരണം അത് ഇന്നും നമുക്ക് മലയാളികൾക്ക് ആ സ്നേഹം ഞങ്ങളോടുണ്ട്. ഇന്ന് 33 വർഷം കഴിഞ്ഞ് നമ്മൾ നിൽക്കുമ്പം കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നമുക്ക് 3.5 ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ നമ്മളുടെ ഫൈബർ കേരളത്തിലുണ്ട്. 3.5 ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കമ്പാരിസന് വേണ്ടി പറയാം, ഭൂഗോളത്തെ 3 തവണ വലം വയ്ക്കാൻ പറ്റുന്ന അത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ കേബിൾ എത്തിച്ചിരിക്കുന്നത്. അപ്പം അത് 33 വർഷം കൊണ്ട് ഉയർന്നു വന്നിരുന്ന അല്ലെങ്കിൽ പടുത്തുയർത്തിയൊരു നെറ്റ്വർക്കാണ്. അതിനുശേഷം എത്രയോ കമ്പനികൾ വന്നു, നാഷണൽ ലെവലുള്ള കമ്പനികൾ വന്നു, വളരെ ഫിനാൻഷ്യൽ പവർ മസിൽസ് ഉള്ള കമ്പനികൾ വന്നു. പക്ഷേ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ വന്നിട്ട് പോലും കാലം അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നൊരു ഫാക്ടർ നമ്മൾ ഈ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മൾ എത്തി നിൽക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 33 വർഷം നമ്മൾ എത്തി നിൽക്കുന്നതിൽ കേബിൾ കാഴ്ചകളിലെ വ്യവസായത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അതിൽ 2-3 ഘടകങ്ങളാണ്. ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് നമ്മളുടെ ഈ സിഗ്നലുകൾ അല്ലെങ്കിൽ കേബിളുകൾ എത്തിക്കുന്ന നെറ്റ്വർക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആദ്യമായിട്ട് വന്നു. ഇന്നും നമ്മളുടെ ആ ഒരു ജൈത്രയാത്ര തുടരുന്നു. രണ്ടാമത്, നമ്മൾ ഈ കാഴ്ചകൾ കാണുന്ന ഡിവൈസ് ഇക്കോസിസ്റ്റം, നമുക്ക് കുറച്ചും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ TV യുടെ ഇക്കോസിസ്റ്റം.
ടി വിയുടെ ഷേപ്പും കളറും സൈസും ടെക്നോളജിയും എല്ലാം ഭയങ്കരമായിട്ട് മാറി, ഇന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉരുണ്ട് ടി വി, ഒരു ബോക്സിനകത്ത് വന്നിരുന്ന ടി വി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, പിന്നീട് അത് കളർ ടി വി ആയി, പിന്നീട് ഫ്ലാറ്റ് ടി വി ആയി, LCD ടി വി, LED ടി വി. ഇന്ന് ടി വി എത്തിയിരിക്കുന്നത് കലണ്ടർ ടി വി വരെ ലോഞ്ച് ചെയ്തു. നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് മടക്കി ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന കലണ്ടർ ടി വി വരെ ലോഞ്ച് ചെയ്തു. സോ ആ ഒരു ഘടകം രണ്ടാമത്തെ ഘടകമാണ്, ഡിവൈസ് ഇക്കോസിസ്റ്റം. മൂന്നാമത്തെ സിസ്റ്റം ദി കണ്ടന്റ്. ഈ കേബിൾ വഴി അല്ലെങ്കിൽ നെറ്റ്വർക്ക് വഴി നമ്മൾ ഈ ടി വിയിൽ നമ്മൾ എന്ത് കാണുന്നു, ആ സിസ്റ്റം എന്ന് പറയുന്നതും ഒത്തിരി മാറ്റങ്ങളിലൂടെ കടന്നുപോയി. വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്ന് വന്നിരുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ടി വി, വൺ വേ ടി വി. നമ്മൾ ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നു, അത് വാർത്തകളാണെങ്കിലും സിനിമകളാണെങ്കിലും പല ഷോസ് ആണെന്നുണ്ടെങ്കിലും ലീനിയർ ടി വി നമ്മൾ ടി വിയിലോട്ട് എത്തിക്കുന്നു. അതിൽ കസ്റ്റമറിന് ഓപ്ഷനില്ല, നമ്മൾ എന്ത് എപ്പോൾ കാണിക്കുന്നു ആ സമയത്ത് കാണുക. 7:30 ഒരു സീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 7:30 നമ്മൾ ടി വിയുടെ മുമ്പിൽ വന്നിരിക്കണം. അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിസ് ചെയ്തു. എന്നാൽ കുറേ കാലങ്ങൾക്കുള്ളിൽ ഈ ലീനിയർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് മാറി കസ്റ്റമറിന് ആവശ്യമുള്ളത് എന്ത് എപ്പോൾ എങ്ങനെ കാണണം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വന്നു. ആ കൺസെപ്റ്റിന് തുടക്കം കുറിച്ചത് ഇൻ്റർനെറ്റ് റെവല്യൂഷനാണ്. അവിടെയാണ് ഇൻ്റർനെറ്റിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ വീണ പറഞ്ഞത് ഇൻ്റർനെറ്റിൻ്റെ ഒരു റെവല്യൂഷൻ ആയിരുന്നു എന്ന് പറയാം. കേരളത്തിൽ ഇൻ്റർനെറ്റ് റെവല്യൂഷന് തുടക്കമിട്ടത് ചെറിയ സ്ക്രീനുകളിലാണ്, മൊബൈൽ ഫോൺ സ്ക്രീനുകൾ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെവല്യൂഷനായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 2016 മുതൽ 2026 വരെയുള്ള ഒരു 10 വർഷ കാലഘട്ടത്തിൽ അത് വലിയൊരു റെവല്യൂഷനായിരുന്നു. കുറച്ച് നമ്പേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ 2016 ഏകദേശം 4 കോടിയോളം സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്നു. അതായത് 100-ൽ പരം പെനിട്രേഷൻ അന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ, മൊബൈൽ പെനിട്രേഷൻ ഉള്ളതും കേരളം. മെട്രോ അല്ലാത്ത സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൽഹി, മുംബൈ എല്ലാം മാറ്റി നിർത്തുകയാണെങ്കിൽ നോൺ മെട്രോ സ്റ്റേറ്റുകളിൽ കേരളം മുൻപന്തിയിലാണ്. അപ്പോഴാണ് നമ്മൾ 2016 കേരളത്തിൽ ഈ ഒരു 3.5 കോടി മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നതിൽ കേവലം 10% ഫോണുകളിൽ മാത്രമേ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിനെ സ്മാർട്ട് ഫോൺ എന്ന് വിളിക്കും. അന്നെല്ലാം ഫീച്ചർ ഫോണുകളായിരുന്നു. ആ ഫീച്ചർ ഫോണുകളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ ആളുകളെല്ലാം ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. പിന്നീട് കഴിഞ്ഞ 10 വർഷത്തിലാണ് അതിലേക്ക് നമ്മൾ ഇൻ്റർനെറ്റ്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ 3 കമ്പോണൻസ് ആണ് ഘടകമായത്. ഒന്ന് നെറ്റ്വർക്ക്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇന്ന് ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്, സെല്ലുലാർ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. അത് ഇടുക്കിയുടെ മലമുകളിലായാലും നമ്മളുടെ തീരദേശത്തായാലും അല്ലെങ്കിൽ ഏത് സൈഡുകളിൽ പോയി കഴിഞ്ഞാലും 99% കവറേജ് ആണ്. അതും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്. 2Gയിൽ തുടങ്ങി 3Gയിൽ തുടങ്ങി 5G ഇപ്പം ഓടുന്നു, 6Gയുടെ എക്സ്പെരിമെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ആ നെറ്റ്വർക്ക് അവൈലബിലിറ്റി വലിയൊരു ഫാക്ടറായിരുന്നു, നമ്പർ 1. നമ്പർ 2, അവിടെയും ഡിവൈസ് ഇക്കോസിസ്റ്റത്തിൻ്റെ ചേഞ്ച് നടന്നു. നമ്മളെല്ലാവരും ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫോൺ, നോക്കിയയുടെ ഫോണുകൾ, നമ്മളെന്താ പറയുന്നത്, ബേസിക് കീപാഡ് ഫോണുകളിൽ നിന്നും ഫോണുകൾ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് 100 വ്യക്തികളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 85% ആളുകളും ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യ വിപ്ലവം മൊബൈൽ ഫോണുകളായിരുന്നു, ചെറിയ സ്ക്രീനുകളായിരുന്നു. അതിൻ്റെ മൂന്നാമത്തെ ഘടകം നമ്മളുടെ ഡിവൈസുകൾ മാറി സ്മാർട്ട് ഡിവൈസുകളായി. നെറ്റ്വർക്ക് അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി. അവൈലബിലിറ്റി മാത്രമല്ല, അഫോർഡബിൾ ആയിരുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു കമ്പനി ഇൻ്റർനെറ്റ് സൗജന്യമായിട്ട് കൊടുത്താണ് ഇവിടെ ലോഞ്ച് ചെയ്തത്. നിങ്ങൾ ഒരു ദിവസം 1 GB സൗജന്യമായിട്ട് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് ഒരു കമ്പനി നമ്മുടെ ഇവിടെ ലോഞ്ച് ചെയ്ത് നമുക്കറിയാം. അന്ന് മുതൽ അവൈലബിലിറ്റിയും അഫോർഡബിലിറ്റിയും ഒരു കാര്യമായിരുന്നു. പിന്നീട് വന്ന വലിയൊരു ഇൻ്റർനെറ്റ് ഉപയോഗത്തിൻ്റെ വലിയൊരു ഘടകം എന്ന് പറയുന്നത് അതിലുള്ള നമ്മൾ വളരെ പോപ്പുലറായിട്ട് വിളിക്കുന്ന ആപ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇന്ന് എന്തിനും ഏതിനും ആപ്ലിക്കേഷൻസ് ആണ്. അപ്പം ഡിവൈസസ് സ്മാർട്ടായി, നെറ്റ്വർക്ക് അവൈലബിൾ ആണ്, അഫോർഡബിൾ ആണ്. 3 ആപ്സ് ഉണ്ട്, എന്തിനും ഏതിനും ആപ്സ് ഉണ്ട്. ഇന്ന് നമുക്ക് യു തിങ്ക് ഓഫ് എനിത്തിങ്, അത് ആപ്പ് ഉണ്ട്. നമ്മുടെ ഓൺലൈൻ ടാക്സി, നമ്മളൊരു 5 വർഷം മുമ്പ് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ക്വിക്ക് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഉദാഹരണത്തിന് അടുക്കളയിൽ പാചകം തുടങ്ങി പകുതി വഴിക്കെത്തുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ 3 മിനിറ്റിനുള്ളിൽ വരും. ക്വിക്ക് കൊമേഴ്സ്. അപ്പം ഓൺലൈൻ ടാക്സികളായിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഈ 3 ഘടകങ്ങളാണ് ഇൻ്റർനെറ്റിൻ്റെ വലിയൊരു വളർച്ചയുടെ താങ്ങുതടിയായിരുന്നത്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്നത് പോലെ അതിനിടയ്ക്ക് കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി വന്നു. കോവിഡ് ലോകത്തെ നടുക്കിയെങ്കിലും
അപ്പോൾ ആദ്യമായിട്ട് ജനങ്ങൾ, മലയാളികൾ ലോകമെമ്പാടും പുതിയ അനുഭവങ്ങളിലേക്കും പുതിയ ടേംസൊക്കെ നമ്മൾ കേട്ടു തുടങ്ങി. ക്വാറന്റൈൻ, അതുപോലെ പല സംഭവങ്ങളും നമ്മളൊരു കൊച്ചു മുറിയിലേക്ക് ഒതുങ്ങിയപ്പം അന്ന് ആ ഇൻ്റർനെറ്റിൻ്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായി. അപ്പോൾ അതിനും അതൊരു ആക്കം കൂട്ടിയിരുന്നു. സാർ, ആ ഒരു സമയത്ത് എനിക്കൊന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നാച്ചുറലി അതിൻ്റെ ഒരു അടുത്ത ഓപ്ഷൻ എന്താണ്? ഇൻ്റർനെറ്റിലൂടെ ലൈവായിട്ട് ടീച്ചർ പഠിപ്പിക്കുന്നത് വീട്ടിലിരുന്ന് കണ്ടു പഠിക്കുക. എനിക്കത് അതിലൊക്കെ ഏഷ്യാനെറ്റിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് മുൻപും ആ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ കോമൺ ആയത് കറക്റ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ അന്നും അതിനു മുൻപും സ്കൂളുകൾ ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളോ വർക്ക് ഫ്രം ഹോം അന്നും ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ആലോചിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്മൾ വെൻ വി വെയർ ഫോഴ്സ് ടു ഡു ആണ് അന്ന് ക്വാറന്റൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതെല്ലാം നമ്മളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആക്ഷൻസ് ആയിരുന്നെങ്കിലും വീണ ചോദിക്കാൻ വിട്ടുപോയ ഒരു വലിയൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകാരിക അനുഭവം അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ടച്ച്, ഇമോഷണൽ കൂളിംഗ് ഡൗൺ അന്ന് ഇൻ്റർനെറ്റ് സേവനങ്ങൾ ചെയ്തു. ഉദാഹരണത്തിന് 10-12 ദിവസം ഒരു മുറിയിൽ ഒറ്റയ്ക്ക് അടച്ചിരിക്കുന്ന, ക്വാറന്റൈനിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പുറം ലോകവുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്, വീഡിയോ കോളിൽ കാണുക എന്ന് പറയുന്നത് അന്ന് അതിൻ്റെ ഒരു ആശ്വാസം, ആ ഇൻ്റർനെറ്റ് വഴി നൽകിയ, വീഡിയോ കോൾ നൽകിയ ആശ്വാസം സ്വന്തക്കാരെയും വേണ്ടപ്പെട്ടവരെയും നേരിട്ട് കാണുക എന്നുള്ളത് ഇന്നത് കോമൺ ആയെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്നത് അതായിരുന്നു നമ്മളുടെ ഒരു റിവല്യൂഷൻ. ഇനി നടക്കാൻ പോകുന്നത് ആ റെവല്യൂഷൻ, ആ ഇൻ്റർനെറ്റിൻ്റെ ഡാറ്റാ വിപ്ലവം എന്താണോ, ചെറിയ ഫോണുകൾ, സ്മാർട്ട് ഫോൺ, വി കണക്റ്റഡ് ഫോൺസ്, ഇനി വി ആർ ഗോയിങ് ടു കണക്ട് ഹോംസ്. ഓക്കെ, സോ ഇതേ വിപ്ലവം നമ്മളുടെ വീടുകളിൽ നടക്കാൻ പോവുകയാണ്. ഓക്കെ, ഫോൺ എന്ന് പറയുന്ന ഒരു പേഴ്സണൽ പ്രൊഡക്റ്റ്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്നാൽ ഹോം എന്ന് പറയുന്നത്, ഒരു ടി വി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പം ആ ഫോണുകളിൽ വന്ന മാറ്റം ടി വികളിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം 85% ഫോണുകളും സ്മാർട്ട് ഫോണാണ്. അതേ കണക്ക് നമ്മൾ വീടുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും 30-35% വീടുകളിൽ മാത്രമേ സ്മാർട്ട് ടി വി ഉള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോഴും പഴയ ഫീച്ചർ ഫോൺ പോലത്തെ കേബിൾ മാത്രം, ലീനിയർ മാത്രം കാണാവുന്നതാണ്. എന്നാൽ സ്മാർട്ട് ടി വി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും 3 റിക്വയർമെൻ്റ് ഉണ്ട്. ആദ്യത്തെ റിക്വയർമെൻറ്റ് ആ സ്മാർട്ട് ടി വി മേടിക്കണം. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് ആ സ്മാർട്ട് ടി വി വഴി നമുക്ക് കണ്ടൻറ്റ്, ലീനിയർ അല്ലാത്ത കണ്ടൻറ്റുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കണക്ടിവിറ്റി വേണം, നെറ്റ്വർക്ക് വേണം. അവിടെയാണ് ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ വയേർഡ് കണക്ടിവിറ്റി എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഉത്തരവാദിത്വം വരുന്നത്. മൂന്നാമത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണും? ഓക്കെ, അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു രണ്ടാമത്തതിൽ നമ്മൾ വലിയൊരു റോള് വഹിക്കുന്നു. നമുക്ക് എങ്ങനെ കേരളത്തിൻ്റെ എല്ലാ വീടുകളുടെയും മുമ്പിൽ നമ്മൾ ഓൾറെഡി വരച്ചിരിക്കുന്ന കേബിളുകൾ വഴി എങ്ങനെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കാം. രണ്ട്, ആ കൊടുക്കുന്ന കണക്ടിവിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ഞാൻ അതിലോട്ട് വരാം കുറച്ച് അല്പസമയത്തിനുള്ളിൽ. ആദ്യം എത്ര വീടുകളിൽ കണക്ഷൻ നമുക്ക് കൊടുക്കാമെന്നുള്ള നെറ്റ്വർക്കുണ്ട്. രണ്ടാമത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ കണക്ടിവിറ്റി വഴി നമ്മൾ എങ്ങനെ എന്തൊക്കെ കണ്ടൻറ്റുകൾ കാണാം. അപ്പം അതുകൊണ്ട് ബ്രോഡ്ബാൻഡിൻ്റെ കൂടെ തന്നെ പാക്കേജ് ചെയ്തിട്ട് നമുക്ക് കണ്ടൻറ്റുകൾ കൊടുക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു മൂന്നാമത്തെ വഴി. ഞാൻ ആദ്യം രണ്ടാമത്തെ കണക്ടിവിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്മാർട്ട് ടി വി വന്നു, കണക്ടിവിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വി വഴി നമ്മൾ കാണുന്ന, പണ്ട് കേബിൾ ടി വിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7:30 സമയം കാത്തിരിക്കണം സീരിയൽ വരാനായിട്ട്. ഇന്ന് അങ്ങനെ വേണ്ട. ഇന്ന് ആ സീരിയലിൻ്റെ ഏത് എപ്പിസോഡ്, കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കാണാം എന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജ്. അതാണ് ഏറ്റവും വലിയ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ കൺവീനിയൻസ്. അത് മാത്രമല്ല, ഇപ്പം ഈ അടുത്ത കാലം വരെ പത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാന പേജിലൊരു കോളം ഉണ്ടായിരുന്നു. ഈ അടുത്ത ഇടയ്ക്കാണത് അപ്രത്യക്ഷമായത്, ഇന്നത്തെ ടി വി പ്രോഗ്രാംസ്. അപ്പോൾ അതിൽ പോയി നമ്മൾ നോക്കും, ഇന്ന ടി വിയിൽ ഇന്ന് ഉച്ചയ്ക്ക് മോഹൻലാലിൻ്റെ കിരീടം സിനിമയുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കും. ഇന്ന് ഒരു വ്യക്തിക്ക് കിരീടം സിനിമയിലെ ഒരു പെർട്ടിക്കുലർ സീൻ, മോഹൻലാലിൻ്റെ സീൻ കാണണമെന്നുണ്ടെങ്കിൽ നേരെ ടി വിയിൽ പോയി അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം അതാണ് കൺവീനിയൻസ്. അപ്പം അതിൽ നമ്മൾ ഏഷ്യാനെറ്റ് ഒരു വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. 25 വർഷം മുമ്പ് നമ്മൾ ഇൻ്റർനെറ്റ് സേവനങ്ങൾ തുടങ്ങിയപ്പം നമ്മളായിരുന്നു കേബിൾ തുടങ്ങിയതുപോലെ ആദ്യത്തെ കമ്പനി. അതിനുശേഷം മറ്റ് കമ്പനികളും ഇതിലോട്ട് ചേർന്നു. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ഒത്തേറെ കമ്പനികൾ ഈ രംഗത്തോട്ട് വന്നു. അതൊരു ഹെൽത്തി കോമ്പിനേഷനാണ്. കാരണം
അതുവരെ ഈ കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ ഇൻ്റർനെറ്റ്, വയേർഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു എവല്യൂഷനായിരുന്നു. എവല്യൂഷൻ എപ്പോഴും പതുക്കെ വർഷങ്ങളെടുത്ത് ചെയ്യുന്നതാണ് എവല്യൂഷൻ. അതേസമയം റെവല്യൂഷൻ എന്ന് പറയുന്നത് 5 വർഷത്തെ റെവല്യൂഷൻ എന്ന് പറയുന്ന പോലെ. അപ്പം ഈ കഴിഞ്ഞൊരു 10 വർഷം റെവല്യൂഷനായിരുന്നു. എവല്യൂഷൻ മാറി റെവല്യൂഷൻ. ആ വിപ്ലവത്തിൽ നമ്മളുടെ മറ്റു ഒത്തിരി കമ്പനികൾ പങ്കാളികളായി. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ കേരളത്തിൻ്റെ, നമ്മളുടെ നാടിൻ്റെ ആ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളി എപ്പോഴും ഏഷ്യാനെറ്റ് തന്നെയായിരുന്നു. ഞാൻ ജസ്റ്റ് എനിക്കൊരു അറിയാനുള്ള കൗതുകത്തിന് ചോദിക്കും, ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊരു ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണല്ലോ ആദ്യമായിട്ട് കേബിൾ ഇതുപോലെ സർവീസായിട്ട് ഇറങ്ങുന്നത്. നാച്ചുറലി ഒരുപാട് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പോലും ആദ്യം നമുക്കൊരു മോഡൽ ഇല്ല. നമ്മളാണ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് സിമിലർലി ഇൻ്റർനെറ്റിൻ്റെ കേസിലും ഡേറ്റ ലൈനിൻ്റെ കേസിലും ഏഷ്യാനെറ്റ് വരുന്നത്. ഇപ്പം അടുത്ത നമ്മൾ OTTയുടെ ഭാഗമായി പോകുമ്പോൾ, ഇപ്പോൾ OTT എന്ന് പറയുന്നത് എനിക്കൊന്ന് യെറ്റ് അനദർ റെവല്യൂഷൻ. എങ്ങനെയാണ് നമ്മൾ ആ ഒരു റെവല്യൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്? വീണ പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റ് പോയിന്റാണ്. നമുക്ക് കാലത്തിനനുസരിച്ച് ഞാൻ മറ്റൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മൾ 15 വർഷം മുമ്പ് നമ്മൾ വീടുകളിൽ വൈദ്യുതി ഉപയോഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ ആ ഉപയോഗം ഇന്ന് 300 യൂണിറ്റിലോട്ട് കൂടി. കാരണം എന്താണ്? നമ്മൾ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളുടെ എണ്ണം കൂടി അല്ലേ? നമ്മൾ ആദ്യം 4 TV, ഫാന് മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇപ്പം ഒരു മുറിയിൽ AC ആയി, രണ്ടാമത്തെ മുറിയിൽ AC ആയി, പുറത്തൊരു ക്യാമറ വെച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ 25 വർഷം മുമ്പ് ആദ്യം നമ്മളൊരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത 512 kbps സ്പീഡ് മതിയായിരുന്നു. പിന്നീട് വീട്ടിൽ അച്ഛൻ സ്മാർട്ട് ഫോൺ മേടിച്ചു, പിന്നീട് മകൻ സ്മാർട്ട് ഫോൺ മേടിച്ചു, പിന്നീട് 4 സ്മാർട്ട് ഫോണായി, പിന്നീട് ലാപ്ടോപ്പായി, സ്മാർട്ട് TV ആയി. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഏഷ്യാനെറ്റ് ആദ്യം ചെയ്തത് ആ യൂണിറ്റുകളുടെ ഉപയോഗം കൂടിയതുപോലെ നമ്മൾ റിയലൈസ് ചെയ്തത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വലിയ ഘടകമാണ്. അപ്പം കഴിഞ്ഞ ഏകദേശം 2 വർഷമായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്ന എല്ലാ പ്ലാനുകളും മിനിമം 100 Mbps സ്പീഡാണ്. അത് പണ്ട് അതിനെപ്പറ്റി ആരും ചോദിച്ചിരുന്നു പോലുമില്ല, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. പക്ഷേ ഏഷ്യാനെറ്റ് ആദ്യമായിട്ട് ചെയ്തിരുന്നത് എല്ലാം 100 Mbps. കാരണം അത്രയും സ്പീഡ് വേണം ഈ വീടുകളിലെ വൈഫൈ ഉപകരണങ്ങളുടെ എണ്ണം കൂടും. അത് ആദ്യത്തെ മാറ്റം. രണ്ടാമത്തെ മാറ്റം ഇപ്പോൾ വീണ പറഞ്ഞതുപോലെ ഈ ഇൻ്റർനെറ്റ് വഴി TV-യിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കാണുന്ന കണ്ടൻറ്റുകൾ നമ്മൾക്ക് കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗം വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ കൺവീനിയൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബണ്ടിൽ ചെയ്ത് കൊടുക്കണം. അവിടെയാണ് നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ OTT ബണ്ടിൽ ചെയ്ത് തുടങ്ങിയത്. ഈ OTT എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ചേഞ്ച് മാത്രമാണ്. OTT എന്ന് പറയുന്നത് ലീനിയർ TV-യിൽ കാണിക്കുന്ന എല്ലാ കണ്ടൻസും OTT-യിൽ സ്റ്റോർ ചെയ്യുന്നു. ലീനിയർ TV-യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചിത സമയത്ത് കാണിക്കുന്ന പ്രോഗ്രാമുകൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ ഒരു സീരിയലിൻ്റെ എപ്പിസോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ദിവസം മുതലുള്ള എപ്പിസോഡുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ OTT എന്ന് പറയുന്ന ഈ ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ തന്നെ നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആവശ്യകത മനസ്സിലായിക്കൊണ്ടാണ് OTT-യിലോട്ട് വന്നത്. ഭാവിയിൽ കൂടുതൽ OTT പോലുള്ള OTT ഒരു കൗതുകത്തിൻ്റെ ഒരു ചോദ്യം. അതായത് ഇപ്പം നമുക്കിപ്പോൾ പല OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം ഒരു ശരാശരി ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മലയാളികൾ ഏഷ്യാനെറ്റിനെ കാണുന്നത് ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ അംബ്രല്ല ആയിട്ടാണ്. അപ്പം ഈ പല OTT പ്ലാറ്റ്ഫോംസിനെ നമ്മുടെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു അംബ്രല്ല ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? അതിൻ്റെ നമ്മളിപ്പം ഒരു OTT പ്രൊവൈഡർ അല്ല. ഓക്കെ, നമ്മളൊരു OTT പ്രൊവൈഡർ അല്ല, നമ്മളൊരു OTTയുടെ ഏജൻ്റാണ്. അപ്പം നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ നമ്മളൊരു OTT അഗ്രിഗേറ്ററായിട്ട് വന്നേക്കാം. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ കുറേ OTTs ഉണ്ട്. എല്ലാ OTT-മായിട്ട് അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ഓപ്പറേറ്റർ അവർ ആ OTTs എല്ലാം ചേർത്തിട്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നു. ആ പ്ലാറ്റ്ഫോമാണ് നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നേരിട്ടല്ല കൊടുക്കുന്നത്. ഭാവിയിൽ നമുക്കതിലേക്ക് വേണമെങ്കിൽ കിടക്കാവുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി വെണ്ടറെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എനിക്ക് വളരെ സെലക്റ്റീവായിട്ടുള്ള 1, 2, 3 ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നൊരു OTT, Z5 എന്ന് പറയുന്നൊരു OTT, സൺ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു OTT, ഇതെല്ലാം ഞാൻ ഇൻഡിവിജ്വലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കോസ്റ്റ് വളരെ കൂടും. പക്ഷേ അത് നമ്മൾ അഗ്രിഗേറ്റ് ചെയ്ത് ഒറ്റ ലോഗിനിൽ ഒറ്റ ആപ്പിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ കസ്റ്റമറിന് അത് കോസ്റ്റ് ഇഫക്റ്റീവാണ്. അത് നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ ബ്രോഡ്ബാൻഡ് പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമറിന് ഭയങ്കര വാല്യൂ ആണ്. കസ്റ്റമർ സേവ്സ് ലോട്ട് ഓഫ് മണി.
എന്ന് മാത്രമല്ല മൾട്ടിപ്പിൾ OTT കണ്ടൻറ്റ് കിട്ടും. അതെ. സോ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി പാർട്ട്ണർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സർ, ഈ മൾട്ടിപ്പിൾ ഡിവൈസസിൻ്റെ ഒരു വ്യൂയിങ്, അതായത് ഇപ്പം ഇന്നത്തെ ഒരു കാലം ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരു സിംഗിൾ കണക്ഷൻ ആയിരിക്കും, പക്ഷേ ആ സിംഗിൾ കണക്ഷനിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കുന്നത് മേ ബി ഒരു ഫാമിലിയിൽ ഒരു 4-5 മെമ്പേഴ്സ് ആയിരിക്കും. അത് എത്രത്തോളം ഈ OTTയുടെ കാര്യത്തിൽ നമുക്കതൊരു ഫീസിബിൾ ആണോ അങ്ങനത്തെ ഒരു മോഡൽ? OTTയുടെ ഒരു ഘടകമാണ് നമ്പർ ഓഫ് ഡിവൈസസ്. അപ്പം പല OTT സ്റ്റാൻഡ് അലോൺ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നെറ്റ്ഫ്ലിക്സ് പോലുള്ള പ്ലാനുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം ഒരു ഡിവൈസിൽ മാത്രം കാണാനാണെങ്കിൽ ഒരു നിശ്ചിത ഫീസ്, 2 ഡിവൈസിൽ കാണാനായിട്ടൊരു നിശ്ചിത ഫീസ്. അപ്പം നമുക്കത് കോൺഫിഗർ ചെയ്യാവുന്നുള്ളൂ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാനുകളെല്ലാം 2 ഡിവൈസിൽ കാണാം. അതെ, എങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു മോഡൽ വരുന്നത്? യൂഷ്വലി ഇപ്പം TV നമുക്കൊരു ഒരു ID ഉണ്ടാവും. നമ്മളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ID, അത് സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യും. ഇപ്പം നമ്മൾ മൂന്നാമതൊരാൾ ആ ID വെച്ച് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യും. നമുക്ക് അലോ ചെയ്തിരിക്കുന്നത് 2 ഡിവൈസിൽ കാണാനാണ്. 2 ഡിവൈസും ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് കാണണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നും എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത് ഈ മൾട്ടിപ്പിൾ ഡിവൈസ് എന്ന് പറയുന്നത് OTTയുടെ ഒരു ഘടകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺ ദ മൂവ് മൊബൈൽ ഫോണിൽ ട്രെയിനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഇരിക്കുമ്പോഴൊക്കെ കാണാനായിട്ടാണ് ആ ഒരു 2 ഡിവൈസ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ കൂടുതലും ഈ OTTയുടെ ഒരു പ്രത്യേകത, ഇത്രയും കാലം 80-85% OTT കണ്ടൻറ്റുകളും സ്മാർട്ട് ഫോണുകളിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് അർജൻറ്റീന സ്പെയിൻ ഫൈനൽ നമ്മളൊരു 5 ഇഞ്ച് സ്ക്രീനിൽ കാണുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ എത്രയോ വ്യത്യാസമുണ്ട് ഒരു ഹൈ ഡെഫിനിഷൻ 52 ഇഞ്ച് HD TV കാണുന്നത്. അപ്പം ആ ഒരു ഷിഫ്റ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു വലിയൊരു മാറ്റം, അതിൻ്റെ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് സ്മാർട്ട് TVകളിലോട്ടുള്ള മാറ്റമാണ്. അത് ഈ പ്രത്യേകിച്ചും ഈ ഓണക്കാലമൊക്കെയാണ് വരുന്നത്. ഓണക്കാലത്ത് ഈ വർഷം പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു 3 ലക്ഷത്തോളം സ്മാർട്ട് TV വെക്കും എന്നുള്ള കണക്കാണ് ഇപ്രാവശ്യം. അവിടെയാണ് സാർ ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പം ഈ ഓണം എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണല്ലോ. എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഏഷ്യനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഈ ഒരു എൻറ്റയർ ഫാമിലിക്കും അതൊരു വലിയ ആഘോഷമാണ്. പലപ്പോഴും ആ ആഘോഷത്തിൻ്റെ ഒരു ഷെയർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് പലപ്പോഴും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും അത്തരത്തിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ്. ഓണം മലയാളിക്ക് മാറ്റി നിർത്താനാവാത്ത, അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മളുടെ ദേശീയോത്സവം ആയിട്ട് അങ്ങനെ തന്നെയാണ് നമ്മളും. അപ്പം നമുക്ക് ഓണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സീസണാണ്. സീസൺ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മലയാളികളുടെ ആഘോഷം, 2 മലയാളികൾ വീടുകളിൽ അവൈലബിൾ ആണ്, ലീവ് വെക്കേഷൻ, 3 നമ്മളുടെ എല്ലാ ആളുകളും നാട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയമാണ്. 30 ലക്ഷത്തോളം NRIs ആൻഡ് NRK നാട്ടിൽ ഓണത്തിന് വരുന്നതാണ് പറയപ്പെടുന്നത്. 4 നമുക്ക് ആഘോഷമാണ് ഓണം. ഓക്കെ, ആ ആഘോഷത്തിൽ നമ്മൾ പുതിയ TV മേടിക്കുന്നു. ഞാൻ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ വസ്ത്രം മേടിക്കുന്നു, മറ്റൊരിലോട്ടൊന്നും കിടക്കുന്നില്ല. പുതിയ TV മേടിക്കുന്നു, പുതിയ കണ്ടൻറ്റുകൾ വരുന്നു. ഓക്കെ, പുതിയ OTT സിനിമകൾ റിലീസാവുന്നു, പുതിയ ഷോസ് വരുന്നു. ഓണത്തിന് മിക്കവാറും എല്ലാ ചാനലുകളും റിയൽ ലൈവ് ഷോസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിനെല്ലാം നമ്മൾ കണക്ടർ, ഈ TVയെ കണക്ട് ചെയ്യണം, അതിന് നമ്മൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കണം. വീട്ടിൽ ആളുകളുണ്ട്, ലീവിൽ വരുന്ന പല ആളുകൾക്കും വീട്ടിൽ നിന്നും ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ട വരും. ഉദാഹരണത്തിന് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് ഓഫീസ് അവധിയല്ല, അദ്ദേഹം പക്ഷേ നാട്ടിലാണ്. അപ്പം അദ്ദേഹം കറക്റ്റ്. അപ്പം ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കൂടും. അപ്പം അത് കണ്ടുകൊണ്ട് നമ്മൾ ഈ ഓണത്തിന് നെറ്റ് ഓണം, അപ്പോൾ സെറ്റ് ഓണം എന്ന് പറയുന്ന ഒരു പുതിയ സ്കീം ലോഞ്ച് ചെയ്തു ഓൾറെഡി. അതിൽ ഒത്തിരി ഓഫറുകളുണ്ട്. കസ്റ്റമേഴ്സിനൊരു കൺസ്യൂമർ ഓഫർ, ലക്കി ഡ്രോ വഴി കൺസ്യൂമർ ഓഫറുണ്ട്. എല്ലാ ആഴ്ചയും നമ്മളുടെ ACV വഴിയാണ് അതിൻ്റെ ലക്കി ഡ്രോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ആഴ്ചയും പുതിയതായിട്ട് നമ്മുടെ കുടുംബത്തിലോട്ട് വരുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ കസ്റ്റമേഴ്സിന് ലൈഫ് ലോങ് ആയിട്ട് അവർക്ക് ഇൻ്റർനെറ്റ് ഫ്രീ കൊടുക്കുന്ന, അല്ലെങ്കിൽ കേബിൾ TV ഫ്രീ കൊടുക്കുന്ന. ലൈഫ് ലോങ് എന്ന് പറയുമ്പോൾ അതിനൊരു വാലിഡിറ്റി പീരീഡ് ഉണ്ട്. നമ്മളങ്ങനെ ഒരു നമ്മളുടെ ലൈസൻസ് പീരീഡിൻ്റെ അകത്തുള്ള ഒരു വാലിഡിറ്റി പീരീഡ് അവർക്ക് ഇൻ്റർനെറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർ ഏത് പ്ലാനാണോ എടുത്തിരിക്കുന്നത് ആ തുക ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു കൺസ്യൂമർ ഓഫർ. അങ്ങനെ കസ്റ്റമേഴ്സിന് കുറേ ഓഫറുകളുണ്ട്. നമ്മളുടെ ഇൻറ്റേർണലി കുറേ ഓഫറുകളുണ്ട്, നമുക്ക് കുറേ പ്രോഗ്രാമുകളുണ്ട്. അപ്പം ഓണം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നെറ്റ് ഓണമാണ്. ഏഷ്യ നെറ്റ് ഓണം, ഇൻ്റർനെറ്റ് ഓണം, അതുകൊണ്ട് സെറ്റ് ഓണം. സർ, ഈ നമ്മൾ ഇവല്യൂഷനെ കുറിച്ച് സംസാരിച്ചാണ് തുടങ്ങിയത് ഇൻ്റർനെറ്റിൻ്റെ. അതിനുശേഷം ഇൻ്റർനെറ്റിൻ്റെ ഒരു റെവല്യൂഷൻ കഴിഞ്ഞൊരു 10 ഇയേഴ്സിലെ വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ഫേസിലാണ് പോയതെന്ന് പറഞ്ഞു.
ഇപ്പം നമ്മൾ 6Gയുടെ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പം ഇതിനെക്കുറിച്ച് ക്ലോസ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മേ ബി ഒരു 5 to 10 years ഡൗൺ ദ ലൈൻ ഇപ്പം നമ്മൾ OTT കുറിച്ച് ഒരു അംബ്രല്ല OTT കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. എവിടേക്കായിരിക്കും ഇത് പോകുന്നത്? കാരണം എപ്പോഴും ഏഷ്യാനെറ്റ് ഒരുപാട് നേരത്തെ ഫോർസൈറ്റഡ്നെസ്സോടുകൂടി ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്. അപ്പോൾ എങ്ങനെയാണ് സർ ആസ് എ VP ഓഫ് ഏഷ്യൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് 10 years ഡൗൺ ദ ലൈൻ ടെക്നോളജി എങ്ങോട്ടായിരിക്കും? 10 വർഷം എന്ന് പറയുന്ന ഒരു ലോങ്ങർ ടൈമാണ് വീണ. 5 years മതി. 10 വർഷത്തോട് പോലും വേണ്ട. ഞാനതിൻ്റെ ചില കണക്കുകൾ പറയാം. 25 വർഷം മുമ്പാണ് നമ്മൾ ഇൻ്റർനെറ്റ് സേവനങ്ങൾ തുടങ്ങിയത്, ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം തുടങ്ങിയത്. ഇന്ന് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 3.5 കോടി ജനങ്ങൾ താമസിക്കുന്നത് ഏകദേശം 1 കോടി വീടുകളിലാണ്. 85 ലക്ഷം എന്നാണ് അവസാനത്തെ സെൻസസ് കണക്ക് പ്രകാരം. 85 ലക്ഷം വീടുകൾ, 90 ലക്ഷം എടുത്തോളൂ. ആ വീടുകളിൽ ഇന്ന് കേവലം 30-35 ലക്ഷം വീടുകളിൽ മാത്രമേ വയർഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിയിട്ടുള്ളൂ. 25 വർഷം എടുത്തു 35 ലക്ഷം വീടുകളിൽ ഈ കണക്ഷൻ എത്താനായിട്ട്. അടുത്ത 35 ലക്ഷം, ഈ 90-ലെ അടുത്ത 35 ലക്ഷം അടുത്ത 5 വർഷം കൊണ്ട് വരും എടുക്കും. അപ്പം കഴിഞ്ഞ 25 വർഷം കൊണ്ട് സംഭവിച്ചത് അടുത്ത 5 വർഷം കൊണ്ട് സംഭവിക്കും. അത് വീണ നേരത്തെ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇന്ന് പണ്ട് നമ്മൾ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് ഫ്ലോയിൽ പറയുന്നത് പോലെ വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഡെഫിനിഷൻ ഇപ്പം മാറിയിരിക്കുകയാണ്. അത് ഇൻ്റർനെറ്റാണ്. ഓക്കെ, വൈദ്യുതി ഒരു ഘടകമായിരുന്നു. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറ, ജെൻ സി, ആൽഫ എന്നൊക്കെ വിളിക്കപ്പെടുന്ന തലമുറ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമില്ലാതെ, കറണ്ട് ഇല്ലാതെ 2-3 ദിവസമൊക്കെ അവർ സർവൈവ് ചെയ്യും. വൈഫൈ ഇല്ലാതെ 2-3 മിനിറ്റ് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും ഇൻ്റർനെറ്റ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തിടെ ഞാനൊരു ന്യൂസ് വായിച്ചത്, എനിക്ക് വന്നത് പോളണ്ടിലാണെന്ന് തോന്നുന്നു. ഏതൊരു കൺട്രിയിൽ 1 മണിക്കൂർ അവരുടെ ഇൻ്റർനെറ്റ് എൻറ്റയർ കൺട്രി സ്വിച്ച് ഓഫ് ആയി. ആ കൺട്രി വെൻറ്റ് ഓൺ സ്റ്റാൻഡ് സ്റ്റിൽ. അവിടുത്തെ ഫ്ലൈറ്റുകൾ ഒന്നും ടേക്ക് ഓഫ് ചെയ്തില്ല, ഒന്നും ലാൻഡ് ചെയ്തില്ല. ഹോസ്പിറ്റൽസ് ഗോട്ട് ഇൻ ടു ട്രബിൾ, ട്രാഫിക് സിസ്റ്റം, ട്രെയിൻ സിസ്റ്റം, എവറിത്തിങ് ഗോട്ട് സ്റ്റക്ക്. സോ ഇൻ്റർനെറ്റിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അത് നമ്മുടെ കൊച്ചു കേരളത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിനോടുള്ള ഏഷ്യാനെറ്റിൻ്റെ കടപ്പാടാണ്. ആ 25 വർഷം കൊണ്ട് 35 ലക്ഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ അടുത്ത 35 ലക്ഷം വീടുകളിലേക്ക് ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു മുന്നണി പോരാളി എന്ന നിലയിൽ ഏഷ്യാനെറ്റിന് അതിൻ്റെ കടമയുണ്ട്. അത് നമ്മൾ ചെയ്യുന്നു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അഫോർഡബിലിറ്റിയാണ്. പലരും ചോദിക്കുന്നൊരു ചോദ്യം, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആണോ, എന്തിനാണ് ഞാൻ കോസ്റ്റ്ലി ആണെന്നുള്ളത്. 2 കാര്യങ്ങൾ. ഒന്ന്, ഇൻ്റർനെറ്റ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും ഇക്കണോമി ആയിട്ടുള്ള, അത് പുറത്ത് പോയിരുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാം, അത് വളരെ വികസിത രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ പോലും, അമേരിക്ക, ഈവൻ മിഡിൽ ഈസ്റ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും നമ്മൾ ഏറ്റവും ഇക്കണോമിക്കലായിട്ട് സെല്ലുലാർ വഴിയാണെന്നുണ്ടെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന രാജ്യമാണ്. പക്ഷേ നമ്മളൊരു വലിയൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് AI അതിൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ്. ഇൻ്റർനെറ്റ് ഉപയോഗം കൂടി, പ്രത്യേകിച്ചും AI വന്നതുകൂടി AIയുടെ ഉപയോഗം എല്ലാ തലങ്ങളിലോട്ടും കൂടി. അത് നമ്മൾ കാണുമ്പം വളരെ ഒത്തിരി ചർച്ചകൾ നടക്കുന്നുണ്ട്. AI നല്ലതാണോ മോശമാണോ, അതിന് വിമർശിക്കുന്നവരുണ്ട്. ജോലി പോകുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് വരുമല്ലോ. പക്ഷേ അതിൻ്റെ ഒരു ഞാൻ വിമർശിക്കുകയല്ല, പക്ഷേ അതിൻ്റെ ഒരു അതർ സൈഡ്, ഒരു ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പോണൻറ്റുകളുടെ ഉപയോഗം കുതിച്ചുയർന്നു കഴിഞ്ഞൊരു 1-2 വർഷത്തിനുള്ളിൽ. അപ്പം ഈ കമ്പോണൻറ്റ് എല്ലാം, അത് ഉണ്ടാക്കുന്ന കണ്ടൻസറുകൾ, ചിപ്സെറ്റുകൾ, അതിൻ്റെ ഷോർട്ടേജ് അന്താരാഷ്ട്ര ലെവലിൽ അതിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നമായി. അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റ് പ്രശ്നമാണ്. ഇത് അടുത്തൊരു 2 വർഷത്തേക്ക് എല്ലാ മേഖലകളിലെയും ബാധിക്കുന്നു. ഇൻ്റർനെറ്റ് നമ്മളെയും ബാധിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ ഉപകരണങ്ങൾ, സെർവറുകൾ, ഫൈബറുകൾ, നമ്മൾ മാത്രമല്ല മൊബൈൽ ഫോണുകൾ, അതെല്ലാം കുറച്ചുകൂടി എക്സ്പെൻസീവ് ആകും എന്നുള്ളതാണ്. ഓൾറെഡി എക്സ്പെൻസീവ് ആണ്. ഉദാഹരണത്തിന് നമ്മളൊക്കെ പണ്ട് മേടിച്ചുകൊണ്ടിരുന്ന കമ്പോണൻറ്റ് X റുപ്പീസിനാണ് കിട്ടുന്നതെങ്കിൽ അത് 3X ആയി ഓൾറെഡി. അവർ പണ്ട് ഒരു വില കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് 3 മാസം വാലിഡിറ്റി ഉണ്ടെങ്കിൽ ഇപ്പം 3 ദിവസത്തേക്കാണ് റേറ്റ് കോട്ട് ചെയ്യുന്നത്. അപ്പം അത് കാരണം നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ റേറ്റ് തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് മാത്രമല്ല നമ്മളുടെ രാജ്യത്ത് കൂടും. മൊബൈൽ ഇൻ്റർനെറ്റിൻ്റെ റേറ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് റേറ്റ് റിവിഷൻ അനിവാര്യമാണ്. അത് എപ്പോൾ എങ്ങനെ വരും എന്നുള്ളത്, ഇൻ്റർനെറ്റ് റേറ്റുകൾ മേ ബി മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അറ്റ് പാറാകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം.
ഓ, അങ്ങനെ ഒരു ചേഞ്ച് കൂടി, മേജർ ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സർ, ഇപ്പം നമ്മുടെ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സർവൈവ് ചെയ്യാൻ ഏറ്റവും എസെൻഷ്യലായിട്ട് വായു, ജലം, വീട് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇൻ്റർനെറ്റും വൈഫൈയും ഇല്ലാത്തൊരു ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഏഷ്യാനെറ്റ് ഇൻ്റർനെറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് അതൊരു ലൈഫ് നെറ്റാണ്, അല്ലെങ്കിൽ ലൈഫ് നെറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ആ ലൈഫ് നെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സർവൈവലിന് എസെൻഷ്യലായിട്ട് മാറുമ്പോൾ, ജോലി ചെയ്യാൻ എസെൻഷ്യലായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അതിനൊപ്പം മലയാളികളെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള ഏഷ്യാനെറ്റ് ആ രീതിയിൽ ഒപ്പം ഉണ്ടാകും എന്നുള്ള വിശ്വാസം തന്നെയാണ് മലയാളികൾക്ക്. വിശ്വാസമല്ല, ഉറപ്പാണ് മലയാളികൾക്ക് ഉള്ളത്. അപ്പം സാറിനൊരു വൈൻഡപ്പ് നോട്ടായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈ നെറ്റോണം സെറ്റോണം ആദ്യമായി തന്നെ എല്ലാ ACV പ്രേക്ഷകർക്കും ഏഷ്യാനെറ്റ് ഫൈബറിൻ്റെയും കേബിളിൻ്റെയും വക ഓണാശംസകൾ. ഈ ഓണത്തിന് നിങ്ങളോടൊപ്പം നിങ്ങളുടെ എല്ലാ കണക്ടിവിറ്റിയും കേബിൾ റിലേറ്റഡിനും ഏഷ്യാനെറ്റ് ഇതുവരെ തുടർന്നു വന്ന, കഴിഞ്ഞ 33 വർഷമായിട്ട് തുടർന്നു വന്ന സേവനങ്ങൾ ഈ ഓണത്തിനും ഇനി അങ്ങോട്ടും തുടർന്നും തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു സർ. താങ്ക് യു.